ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽ വന്ന 10 SUVകളെ പറ്റിയാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ മാസം കുറേ വണ്ടികൾക്ക് സെയിൽ കുറവായിരുന്നു, അത് ഇവിടെ ബാധിച്ചിട്ടുണ്ട്. എനിവേ 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായി എക്സ്റ്റർ ആണ്. എക്സ്റ്ററിന് കഴിഞ്ഞ മാസം 8325 വണ്ടികളുടെ സെയിലാണ് കിട്ടിയത്. നമ്മളിവിടെ കമ്പയർ ചെയ്യുന്ന ആക്ച്വലി ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. അതുകൊണ്ട് തന്നെ 2022 നവംബറിൽ എക്സ്റ്റർ ഇറങ്ങിയിട്ടില്ലായിരുന്നു, നമുക്കപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈവൻ മന്ത് ഓൺ മന്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഒക്ടോബർ 2023, അതായത് കഴിഞ്ഞതിന് മുന്നത്തെ മാസം 8097 വണ്ടികളുടെ സെയിലും എക്സ്റ്ററിന് കിട്ടിയിരുന്നായിരുന്നു. എന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ സെയിൽസ് ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാം. വലിയ വ്യത്യാസമൊന്നും ഇല്ലാണ്ട് എക്സ്റ്റർ സെയിൽസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതൊരു മൈക്രോ SUV കാറ്റഗറിയിൽ നമ്മുടെ പഞ്ചൻ്റെയൊക്കെ റൈവലായിട്ടാണ് ഹ്യുണ്ടായി ഇറക്കിയത്. ആ കാറ്റഗറിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ പഞ്ചൻ്റെ അത്രയും സെയിൽ ഇതിന് കിട്ടുന്നില്ല, കാരണം പഞ്ചിന് ഇതിൻ്റെ ഏകദേശം ഡബിൾ സെയിൽസ് മിക്കവാറൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീസൻ്റ് ആയിട്ടുള്ള സെയിൽസ് വാങ്ങാനും ഈ വാഹനത്തിന് സാധിക്കുന്നുണ്ട്. ഇനി അടുത്തതായി 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മഹീന്ദ്രയുടെ ബൊലേറോ ആണ്. ബൊലേറോയ്ക്ക് കഴിഞ്ഞ മാസം 9333 വണ്ടികളുടെ സെയിലാണ് കിട്ടിയത്. ഈ ബൊലേറോ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ബൊലേറോയുടെയും അതുപോലെ ബൊലേറോ നിയോയുടെയും സെയിൽസ് കമ്പൈൻഡ് ആണ് കേട്ടോ. മഹീന്ദ്ര ബൊലേറോ നിയോയുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെയിൽസ് പുറത്തുവിടാറില്ല. അതങ്ങനെ വിട്ടിട്ടും കാര്യമൊന്നുമില്ല, കാരണം ആ വണ്ടിക്ക് വലിയ സെയിൽ കിട്ടാറില്ല. എനിവേ നമ്മളിതിനെ ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നവംബർ 2022 7984 വണ്ടികളുടെ സെയിലാണ് ഈ വാഹനത്തിന് കിട്ടിയിരുന്നത്. എന്ന് വെച്ചാൽ 1349 വണ്ടികളുടെ വ്യത്യാസവും 16.9% ഡീഗ്രോത്ത് റേറ്റുമാണ് ബൊലേറോയ്ക്ക് വന്നിരിക്കുന്നത്. ഈ വാഹനം ഒരു റൂറൽ യൂസിന് അത്യാവശ്യം റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു റഗഡ് SUV ആയിട്ടാണ് പറയപ്പെടുന്നത്. ആ ഒരു റേഞ്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സെയിൽസ് ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ടെന്ന് പറയാം. എനിക്ക് തോന്നുന്നു കൂടുതലും നോർത്ത് ഇന്ത്യൻ സൈഡിലാണ് ഈ വണ്ടി ആൾക്കാർ നന്നായിട്ട് വാങ്ങുന്നത്. നമ്മുടെ ഈ സൗത്ത് സൈഡിൽ വണ്ടി പിന്നെയും കുറവാണ് സെയിൽസ്. ഇനി അടുത്തതായി 8th പൊസിഷനിൽ നിൽക്കുന്ന വണ്ടി നമ്മുടെ മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് എന്ന് പറയുന്ന ഒരു CSUV അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ക്രോസ് ഓവർ SUV എന്ന് വേണമെങ്കിൽ പറയാം. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം 9867 വണ്ടികളുടെ സെയിലാണ് കിട്ടിയത്. ഈ വണ്ടിയുടെ കേസ് നമുക്കൊക്കെ ഇയർ ഓൺ ഇയർ ബേസിസിൽ ഇതും കമ്പയർ ചെയ്യാൻ പറ്റില്ല. മന്ത് ഓൺ മന്തിൽ നോക്കുകയാണെങ്കിലും ഏകദേശം 8000 to 10000 ഇടയിൽ മിക്കവാറും ഒക്കെ ഈ വാഹനത്തിന് സെയിൽസ് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത സെയിലാണെന്ന് പറയാം. പക്ഷേ എന്നാലും ബ്രസയുടെ അത്രയും സെയിലൊന്നും ഈ വണ്ടിക്ക് കിട്ടുന്നില്ല. ഈ വണ്ടിക്ക് സെയിൽ കമ്പാരിറ്റീവ്ലി കുറവ് വരാനുള്ള ഒരു റീസൺ ഇതിൻ്റെ ടോപ്പ് എൻഡിൽ അവർ 1.2 പെട്രോൾ എഞ്ചിൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ആൾക്കാർ ഈ വണ്ടി വാങ്ങുന്ന ഏറ്റവും കൂടുതൽ 1.2 എഞ്ചിൻ വെച്ച് വരുന്ന മോഡലാണ്. പക്ഷേ അത് ഡെൽറ്റ പ്ലസിൽ തീരും. ടോപ്പ് എൻഡ് ആകെ 1 ലിറ്റർ ടർബോ മാത്രമേ വരുന്നുള്ളൂ. 1 ലിറ്റർ ടർബോ ഇതിൻ്റെ സെയിൽസ് വളരെ കുറവാണ്. 15% താഴെ മാത്രമേ 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് ഈ അടുത്ത സുസുക്കി കൊണ്ടുവന്ന ഒരു എഞ്ചിന് സെയിലുള്ളൂ. 7th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ അടുത്ത വാഹനം ഹ്യുണ്ടായുടെ വെന്യൂ ആണ്. വെന്യൂൻ്റെ പുതിയ ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയപ്പോൾ മുതൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, അത്യാവശ്യം സെയിൽസ് കൂടിയിട്ടുണ്ടായിരുന്നു. 2022 ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് 2023 ജസ്റ്റ് പകുതിയൊക്കെ ആയപ്പോഴേക്കും ഹ്യുണ്ടായി ഇതിന് കുറച്ച് പുതിയ ഫീച്ചേഴ്സും കൊടുത്തു. അതായത് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റം ലെവൽ 1 കൊടുത്തു. പിന്നെ ആംബിയൻ ലൈറ്റിംഗ്, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ സെയിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം 11180 വണ്ടികളുടെ സെയിലാണ് കിട്ടിയത്. നവംബർ 2022 ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് 10738 വണ്ടികളുടെ സെയിലായിരുന്നു ഇതിന് കിട്ടിയത്. എന്ന് വെച്ചാൽ 442 വണ്ടികളുടെ വ്യത്യാസമുണ്ട്. 4.12% ഗ്രോത്ത് പെർസെൻറ്റും വന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഏറ്റവും കുറവുള്ളത് ഈ വാഹനത്തിനാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, 10000 മുകളിൽ സെയിൽ കിട്ടുന്നൊരു വണ്ടി എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇനി അടുത്തതായി 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കിയ സെൽറ്റോസ് ആണ്. സെൽറ്റോസ് ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ തൊട്ടൊന്നും പറയാനില്ല, കാരണം സെയിൽസ് നല്ല അടിച്ച് പൊളിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം 11684 വണ്ടികളുടെ സെയിൽസ് ഇതിന് കിട്ടി. കഴിഞ്ഞ വർഷം നവംബർ 2022 9284 വണ്ടികളുടെ സെയിൽസ് ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി നമ്മൾ ഈ ഫേസ് ലിഫ്റ്റ് ഇറങ്ങുന്നതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ മിക്ക മാസങ്ങളിലും 8000 to 10000 ഇടയിലൊക്കെ തന്നെ ഈ വണ്ടിക്ക് സെയിൽ കിട്ടാറുണ്ടായിരുന്നുള്ളൂ. 10000 മുകളിലേക്ക് എങ്ങനെ കയറി പോകാറില്ലായിരുന്നു. ഈ ഫേസ് ലിഫ്റ്റിന് ശേഷമാണ് 10000 മുകളിലേക്ക് പോയി തുടങ്ങിയത്. എനിവേ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ 2400 ആണ്. അതുപോലെ 25.85% ഗ്രോത്ത് റേറ്റ് ആണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഈ വാഹനങ്ങളുടെ കൂട്ടത്തിൽ 10 വന്നിരിക്കുന്നതിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഇയർ ഓൺ ഇയർ ബേസിസിൽ ലഭിച്ചിട്ടുള്ള ഒരു വണ്ടി കൂടിയാണ് നമ്മുടെ ഏറ്റവും പുതിയ കിയയുടെ സെൽറ്റോസ് ഫേസ് ലിഫ്റ്റ്. ഇനി അടുത്തതായി 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഈ വണ്ടിയുടെ തന്നെ കസിൻ ബ്രദറാണ്, അതായത് നമ്മുടെ ഹ്യുണ്ടായി ക്രെറ്റ. ക്രെറ്റയ്ക്ക് 2020 ഇറങ്ങിയതിന് ശേഷം അങ്ങനെ വലിയ അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. കുറച്ച് പുതിയ സാധനങ്ങൾ, അതായത് എമിഷൻ നോംസ് അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ച് അവർ വണ്ടി മാറ്റുന്നുണ്ട്. അതുപോലെ ഇടയ്ക്ക് ചെറിയ എഞ്ചിൻസ് ഒക്കെ എടുത്ത് കളയുന്നുണ്ട്. 1.4 ടർബോ അവരെടുത്ത് കളഞ്ഞു. അങ്ങനത്തെ മാറ്റങ്ങളൊന്നും അല്ലാണ്ട് വേറെ വ്യത്യാസങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്നിട്ട് പോലും സെയിൽസിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല. കഴിഞ്ഞ മാസം 11814 വണ്ടികളുടെ സെയിൽ ഇതിന് കിട്ടിയതാണ്. കഴിഞ്ഞ വർഷം നവംബറിൽ 13321 വണ്ടികളുടെ
സെയിലും കിട്ടിയതാണ്. ആക്ച്വലി കഴിഞ്ഞ മാസം മാത്രമേ സെയിൽ കമ്പാരിറ്റീവ്ലി ഇത്തിരി താഴേക്ക് പോയുള്ളൂ. അതിന് മുമ്പൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 12,000 മുകളിലും 13,000 അടുത്തൊക്കെ ആയിട്ട് തന്നെ സെയിൽ കിട്ടാറുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ വ്യത്യാസം 1,507 വണ്ടികളുടെ 11.31% ഡീഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഈ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഈ വണ്ടിക്കാണ്. ആകെ 2 വണ്ടികൾക്ക് ഡീഗ്രോത്ത് ഉള്ളത് വേറെ കാര്യം. ഇനി 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മഹീന്ദ്രയുടെ സ്കോർപിയോ സീരീസിൽ വരുന്ന വണ്ടികളാണ്. സ്കോർപിയോ എന്നും ക്ലാസിക്കും രണ്ടും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെയിൽസ് മഹീന്ദ്ര അഗൈൻ പുറത്തു വിടുന്നില്ല. പക്ഷേ ഈ 2 വണ്ടികളുടെ സെയിൽസ് കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ഇമ്പ്രസീവ് ആണ്. കാരണം 12,185 വണ്ടികളുടെ സെയിൽസാണ് ഇതിന് രണ്ടിനും കൂടെ കിട്ടിയത്. ഇത്രയും പ്രൈസ് വരുന്ന ഒരു വണ്ടി എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ 10,000 മുകളിൽ സെയിൽ വരിക എന്ന് പറയുന്നത് ഒരു ഗംഭീര കാര്യമാണ്. ഈവൻ നമ്മൾ ഇയർ ഓൺ ഇയർ ബേസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നവംബറിൽ 6,555 വണ്ടികളുടെ സെയിൽ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 5,730 വണ്ടികളുടെ വ്യത്യാസവും 88.77% ഗ്രോത്ത് റേറ്റുമാണ് ഇവ 2 വണ്ടികൾക്കും കൊണ്ട് വന്നിരിക്കുന്നത്. അത് ഗ്രോത്ത് പെർസെൻറ്റേജ് തീർച്ചയായും ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഹൈ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ളത് ഈ 2 വണ്ടികൾക്കും തന്നെയാണ്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഈ വണ്ടിക്ക് ഇത്തരം തന്നെ ഡിമാൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഈ അടുത്താണ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടിയെന്ന് മാത്രം. ഇനി അടുത്തതായി 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ പുതിയ ബ്രസ ഫേസ് ലിഫ്റ്റ് ആണ്. ഈ വണ്ടിക്ക് കഴിഞ്ഞ മാസം 13,393 വണ്ടികളുടെ സെയിലാണ് കിട്ടിയത്. നവംബർ മാസത്തിൽ 2022 11,324 വണ്ടികളുടെ സെയിലുമായിരുന്നു കിട്ടിയത്. അതായത് 2,069 വണ്ടികളുടെ വ്യത്യാസവും 18.27% ഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ സെയിൽ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. സബ്ഫോമീറ്റർ കാറ്റഗറിയിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ സെയിൽ കഴിഞ്ഞ മാസം കിട്ടിയിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് നമ്മുടെ പുതിയ ബ്രസ. ചില മാസങ്ങളിലൊക്കെ നെക്സോണിൻ്റെ സെയിൽസിനെ ഇത് ഓവർടേക്ക് ചെയ്യാറുണ്ടെങ്കിലും ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷം പിന്നെ ഇതങ്ങനെ ഓവർടേക്ക് ചെയ്തിട്ടില്ല നെക്സോണിൻ്റെ സെയിൽസിനെ. ഇനി അടുത്തതായി 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടാറ്റ പഞ്ചാണ്. പഞ്ച് ഇറങ്ങിയ കാലം മുതൽ സെയിൽസ് കൂടിയിട്ടുണ്ടെന്നല്ലാതെ ഇതുവരെ കുറഞ്ഞിട്ടില്ല. ഇതിനു മുമ്പ് വരെ 12,000 10,000 അതിൻ്റെ ഇടയിലായിരുന്നു സെയിൽസ് ആവറേജ് ചെയ്തിരുന്നത്. പക്ഷേ കഴിഞ്ഞ മാസം 14,383 വണ്ടികളുടെ സെയിൽസാണ് ഇതിന് കിട്ടിയത്. നവംബർ 2022 തന്നെ 12,131 വണ്ടികളുടെ സെയിൽ ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് കൺസിസ്റ്റൻസി മനസ്സിലാക്കാം. വർഷത്തിന് കണക്കും നമ്മൾ മുമ്പ് നോക്കുകയാണെങ്കിലും ഇത്രയും സെയിൽ ഇതിന് ഉണ്ടായിരുന്നു. ആൻഡ് ഈ വർഷം 2,252 വണ്ടികളുടെ വ്യത്യാസവും 18.56% ഗ്രോത്ത് റേറ്റുമാണ് പഞ്ചിന് വന്നിരിക്കുന്നത്. സോ പഞ്ചും മൈക്രോ SUV കാറ്റഗറിയിൽ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള സെയിൽസ് തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് നമ്പർ 1 പൊസിഷനിൽ ഏത് വണ്ടിയാണുള്ളത് എന്ന്. അത് നമ്മുടെ ടാറ്റയുടെ നെക്സോൺ ആണ്. നെക്സോൺ ആണ് കഴിഞ്ഞ മാസത്തെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് SUV. പ്രോപ്പർ SUV ആയിട്ടൊന്നും ഇതിനകത്ത് പറയുന്ന കുറേ വണ്ടികളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും SUV എന്ന പേര് ഇതിന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ നമുക്ക് പറയേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. എനിവേ 14,916 വണ്ടികളുടെ സെയിലാണ് കഴിഞ്ഞ മാസം നെക്സോണിന് കിട്ടിയത്. നവംബർ 2022 അതായത് കഴിഞ്ഞ വർഷം ഫേസ് ലിഫ്റ്റ് വരുന്നതിന് മുമ്പ് വരെ 15,871 വണ്ടികളുടെ സെയിൽ ഇതിന് കിട്ടിയതാണ്. 955 വണ്ടികളുടെ വ്യത്യാസവും 6.02% ഡീഗ്രോത്ത് റേറ്റുമാണ് ഇതിന് വന്നിരിക്കുന്നത്. എന്നിട്ട് കൂടി കഴിഞ്ഞ മാസത്തെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി ഇതായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആൻഡ് പുതിയ ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷം തീർച്ചയായും ഈ വണ്ടിയുടെ ഡിമാൻഡ് നല്ല രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ട്. ഏതായാലും ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസത്തെ ടോപ്പ് സെല്ലിംഗ് SUVസിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണ് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.